അട്ടപ്പാടിനെ മൊത്തം മക്കൾ ഈ ഭൂമി പ്രശ്നമാണ് അധിക മുടുകൻ കുറുമ്പൻ എറിലൻ ഇതിനെ ജീവിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് കിടക്കുന്നത്. ഞങ്ങൾക്ക് ഓർവന്റെ ഭൂമി വേണ്ട, ഞങ്ങളുടെ സ്വന്തം ഭൂമി ഞങ്ങൾ കിട്ടിയാൽ മതി. In 2022, Nanjiyamma, a tribal singer from Kerala, won the National Award for Playback Singing. Hailing from Attappady, a tribal block in Palakkad district of Kerala, today she wants the state to address the most pressing issue faced by the tribals of Attappady, land. Even as she was being presented with the award, Nanjiyamma was fighting for her ancestral land in Attappady. This Nachamma, this lady, takes it for the best female playback singer, ladies and gentlemen, for the preservation of a tribal folk song in all its nativity. Malakata sandana mera vagvaga puturko puparika pogila movimena te pakilamo. Nanjiyamma's fight against land grab is over 4 decades old now. While fighting for her ancestral land, Nanjiyamma is also campaigning for thousands of other tribals in Attappady who have been stripped of their land rights. While Nanjiyamma was able to foil attempts made by non-tribals to set up a petrol pump on her land, not everyone in Attappady is as empowered. നമ്മളുടെ മണ്ണല്ലേ, നമ്മളുടെ ഭൂമിയല്ലേ, അതെപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ കൂലിയോ നാലിയോ മാടോ ആടോ ഏതെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിന് ഇരുന്നതാണ്. പോയി നോക്കുമ്പോഴേക്ക് കാട് വെട്ടിക്കിടക്കണ്. അപ്പാണ് നമ്മൾ കറിയപ്പെട്ടത്. ആരെങ്കിലും ഈ ഭൂമി തട്ടിയെടുക്കാൻ വന്നതാണ്. നമ്മൾ പോയി ചോദിച്ചാൽ തരാത്ത കായര ഇവർക്ക് എങ്ങനെ കിട്ടും, ഇവർ തിരുട്ടുകായരാണ് ഉണ്ടാക്കി വരുന്നത്, അങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ തടച്ചു വെച്ചു. ഇന്നും അത് തടുത്ത് കിടക്കണം. Such incidents are far too common in Attappady. But why? 1960 നിയമപ്രകാരം തന്നെ ഇവർക്ക് സെറ്റിൽമെൻറ്റ് ആധാരം ഈ ആദിവാസികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് രേഖകളിൽ മാത്രമാണ്. അത് ഇവർക്ക് കൈവശാവകാശമായിട്ട് കൊടുക്കുകയോ അവർക്ക് കിട്ടുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ഭൂമിയാണ് പല ആളുകളും വ്യാജരേഖകൾ ഉണ്ടാക്കി ഓഫീസിൽ പോയിട്ട് തട്ടിപ്പറിച്ചിട്ട് അവരുടെ അധീനതയിൽ വെക്കുകയാണ്. Nanji and her sister Inaction of Chirakadavu and Murugan of Vattulukki are further proof of this widespread tribal land alienation. Nanji's ancestral land, like Nanjiyamma's, is claimed by a non-tribal. ഈ ഭൂമി ആരും ഏത് കവണ്ടന്മാർക്കും നിങ്ങൾ കൊടുത്തിട്ടില്ല, എൻ്റെ മുത്തച്ഛനും കൊടുത്തിട്ടില്ല, അമ്മയും കൊടുത്തതുപോലെ ഇല്ല. ഇവരെ എങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്കും അറിയുന്നില്ല. ഇതൊക്കെ വില്ലേജിൽ പോയി ചോദിച്ചാക്കി വില്ലേജുകാർ അവരുടെ പേരിലാണ് ടാക്സ് അടയ്ക്കുന്നത്, അവരുടെ പേരിലാണ് ഭൂമി ഉള്ളത്, പട്ടയം ചെയ്തിട്ടുണ്ട്, അതൊന്നും കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കുന്നില്ല. In August 2022, the non-tribals sought police protection to take possession of Nanji's land. This led to a tussle between the police and the tribals. For now, Nanji still has possession of her land, but not the necessary papers. വർത്തമാനത്തിൽ അട്ടപ്പാടിയിൽ നേരിടുന്നത് ഏതെങ്കിലും ഒരു ഊരുമൂപ്പൻ അല്ലെങ്കിൽ ഒരു വയസ്സായ ആൾ മരിച്ചാൽ ഈ ഭൂമിയൊന്നും തന്നെ അവരുടെ അനന്തര അവകാശികളിലേക്ക് കൈമാറിയതായി റവന്യൂ റെക്കോർഡുകളില്ല. അപ്പം ഈ മരിക്കുന്ന ആൾ മരിക്കുന്നതിന് 2-3 കൊല്ലം മുമ്പ് കൈമാറ്റം ചെയ്തതായി ഒരു വ്യാജരേഖ വരുന്നു. ഈ വ്യാജരേഖയിൽ നിന്നാണ് പിന്നീട് എല്ലാ കൈമാറ്റങ്ങളും നടക്കുന്നത്. ഈ കൈമാറ്റം ചെയ്ത് ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴാണ് ഏറ്റവും പുതിയൊരാൾ ഒരു പ്രമാണവും പോലീസ് സംവിധാനവുമായി ഊരിന് അല്ലെങ്കിൽ ആദിവാസി ഭൂമിയിലെത്തുന്നത്. അപ്പോൾ അദ്ദേഹം വാങ്ങിയത് 10 കൊല്ലം മുമ്പെന്ന് പറയും, അതല്ലെങ്കിൽ 15 കൊല്ലം മുമ്പെന്ന് പറയും. ആ വാങ്ങിയ പ്രമാണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പോലീസ് സംരക്ഷണത്തിനുള്ള കോടതി ഉത്തരവുണ്ട്. അപ്പോൾ പോലീസ് സംവിധാനം കോടതി ഉത്തരവ് കാണിച്ചിട്ട് ആദിവാസികളോട് പറയും, നിങ്ങളെ അകത്താക്കും തടഞ്ഞാൽ. എൻ്റെ മകന്, എൻ്റെ ഭാര്യ, എൻ്റെ മരുമക്കന്മാരെല്ലാവരെയും പോലീസുകളും പിന്നെ ഈ ഗുണ്ടകൾ വന്നിട്ട് ഒരുപാട് ഭീഷണി ഉണ്ടാക്കി.
പരാതി കൊടുത്തതിൻ്റെ വൈരോഗ്യം തീർക്കാനാണ് പോലീസെ ഉപയോഗിച്ച് അച്ഛൻ്റെ എൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ കള്ളക്കേസ് എടുത്ത് ജയിലിലടയ്ക്കാൻ കാരണമായിട്ടുള്ളത്. ഞങ്ങൾക്ക് സ്ഥായിയായിട്ടുള്ള ഒരു വരുമാന മാർഗമോ അല്ലെങ്കിൽ സ്ഥായിയായിട്ടുള്ള ഒരു അതിജീവനമോ ഇവിടെ ഞങ്ങൾക്കില്ല, സാധ്യമായിട്ടില്ല. സർക്കാർ ആനുകൂല്യം കിട്ടണമെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള രേഖകൾ വേണം. രേഖകൾ ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല. ഭൂമി ഞങ്ങളുടേതാണ്, പക്ഷേ ഞങ്ങളുടെ ഭൂമിക്ക് കയ്യേറ്റക്കാർക്ക് കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ രേഖകൾ തരപ്പെടുത്തി കൊടുക്കുന്നത് ഇവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങളാണ്, അല്ലെങ്കിൽ വില്ലേജ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആദിവാസികൾക്ക് ഭൂമിക്ക് രേഖ തരുന്നില്ല, മറ്റുള്ള ആളുകൾക്ക് രേഖ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ നമ്മൾക്ക് പറയാനുള്ളത്. നമ്മൾ കേരള മോഡലിനെ കുറിച്ച് പറയുമ്പോൾ അട്ടപ്പാടി എടുത്തൊന്ന് പരിശോധിച്ചാൽ കേരള മോഡൽ അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് അപകടകരമായൊരു വികസന പാതയാണ് ഉണ്ടാക്കിയതെന്നാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം ആദിവാസികളെ ആ വികസനത്തിൽ ഉൾപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ ആ വികസനത്തിലേക്ക് കടന്നു വരാൻ അവരെ അനുവദിച്ചില്ല. അവരെ ഭൂമിയിൽ നിന്ന് അന്യമാക്കുകയാണ്. Even the instance where tribal lands are recorded in their name, these records have been changed with the collusion of officials, etc., and there's a widespread grabbing of land. As per the ITDP report published in 1982, tribals in Attappady had lost more than 4,000 hectares of land between 1960 and 1977. Non-tribal migrant populations from Kerala and Tamil Nadu who had settled in Attappady since the 1940s were behind this land alienation. They made tribals to sign blank papers, kept land initially taken on lease, or acquired sale deeds by paying next to nothing, the report said. This report remains the only attempt till date to assess the scale of tribal land alienation in Attappady. The Kerala Scheduled Tribes Restriction on Transfer of Lands and Restoration of Alienated Lands Act 1975 was passed to reverse the tribal land alienation, but it failed due to non-implementation of the orders issued under the Act. In 1995, deciding on almost 1,000 cases filed under the 1975 Act, the Revenue Divisional Officer of Ottapalam had ordered restoration of 10,670 acres of tribal land in Attappady. Orders in favor of tribals whose lands stand alienated today were amongst them. There were a lot of other counter campaigns which came up, the argument being that all the people who have taken over the land, who have tribal land, are not necessarily big landlords or anything. They are also working class, they are also small farmers. And then you have the 1999 law. In 1999, a new act was passed to replace the 1975 Act. It allowed settlers to keep tribal land if it was less than 2 hectares. In return, tribals were promised land as compensation, but orders under the 1999 Act were not implemented either. So you have this 1975 law which is not implemented properly, nor its 1999 additional provisions. Without new surveys confirming tribal ownership or patas being issued to compensate for lost land, tribals in Attappady continue to be vulnerable. A vigilance investigation was initiated when the issue was raised in the Kerala Legislative Assembly last year. But the report submitted on January 28th investigated just one case, Nanjiyamma's. Cases of ordinary tribals in Attappady and the larger issue in question were not even looked into. The report recommended the need to investigate the transactions on Nanjiyamma's ancestral land. It also recommended studying the practicality of the execution of all provisions of the 1999 Act today. Tribals in Attappady are not happy with these findings. The ever-continuing legal struggles, they say, is denial of justice by itself. നമ്മളെ ദിവച്ച കോടതിക്ക് എടുത്തുകൊണ്ടിരുന്ന നമ്മൾക്ക് ജോലിയില്ലേ, നമ്മൾക്ക് പണിയില്ലേ, നമ്മൾ ആദിവാസിക കൂലിപ്പണിയെടുത്ത് ജീവിക്കണവരാണ്. 10-20 കൊല്ലമായി കുറേ പൈസയൊക്കെ ഞങ്ങൾ ചിലവഴിച്ചു ഇതിന് വേണ്ടിയിട്ട്. ഇതുവരെ ആയിട്ട് ഒരു ഇതും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ബോധപൂർവം നീതി നിഷേധിക്കുകയാണ്. കൃഷി വീണ്ടെടുത്താൽ അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് അതിജീവിക്കാൻ പറ്റും. കൃഷി വീണ്ടെടുക്കാൻ സർക്കാർ സംവിധാനം കാര്യമായി ഒന്നും ചെയ്യുന്നില്ല. നഷ്ടപ്പെട്ട ഭൂമി വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ പകരം കൃഷിഭൂമി നൽകാൻ
ഇത് രണ്ടും സർക്കാരിന് കഴിയുന്നില്ല. അവിടെയാണ് ആദിവാസി ജീവിതം ഒരുതരം അനാഥമായ അവസ്ഥയിലേക്ക് പോകുന്നത്. മാഫിയകൾക്ക് വിട്ടു നൽകാതെ അവർക്ക് യഥേഷ്ടം കയറിയിറങ്ങി ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഇവർക്ക് ജീവിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെതിരെ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. மண்ணே நம்பியேலேலோ மரம் இருக்கா அயிலெல்லோ மரம் இருக்கா சனமஞ்சலோ மரத்தை நம்பியேலேலோ வேறு இருக்கா வேறே நம்பியேலேலோ மரம் இருக்கா அயிலெல்லோ மரம் இருக்கா சனமஞ்சலோ மரத்தை நம்பியேலேலோ தார் இருக்கா தாரே நம்பியேலேலோ இலை இருக்கா அயிலெல்லோ இலை இருக்கா சனமஞ்சளோ இலைனை நம்பி ஏலேலோ பூவிருக்கா பூவே நம்பி ஏலேலோ காயிருக்கா அயிலெல்லோ காயிருக்கா சனமஞ்சளோ காயை நம்பி ஏலேலோ பழம் இருக்கா பழத்தை நம்பி ஏலேலோ பக்கிருக்கா அயிலெல்லோ பக்கிருக்கா சனமஞ்சளோ பக்கே நம்பியேலேலோ நாம் இருக்கா நம்மே நம்பியேலேலோ மரம் இருக்கா அயிலெல்லோ மரம் இருக்கா சனமஞ்சளோ மரத்தை நம்பியேலேலோ நாம் இருக்கா. മണ്ണുണ്ടായാൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ഒരു ചെടി വെക്കാൻ പറ്റൂ. മണ്ണില്ലാതെ പോയാൽ നീ എങ്ങനെ വെക്കും?